Hi everyone, welcome to my channel. നമ്മൾ സാധാരണയായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കറി വെക്കാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തോല് നമ്മൾ വേസ്റ്റിൽ കളയും. അപ്പോൾ ഇത് കളയാതെ ചില വെജിറ്റബിൾസിന്റെ ഒക്കെ തോല് വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇന്നിവിടെ ഞാൻ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും തോല് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ഇതിലെ മണ്ണൊക്കെ കളഞ്ഞ് വളരെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ തോല് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ക്യാരറ്റിൻ്റെ തോല് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ലെങ്തി ആയിട്ട് കിട്ടിയത് കൊണ്ട് ഇതിനെ പകുതിയായിട്ട് ഞാൻ മുറിച്ച് വെക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും തോല് മാറ്റിയെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോലും നീളം കൂടിയതുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെയും ക്യാരറ്റിന്റെയും തോല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് രണ്ടിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് തോന്നുന്നത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ആദ്യം ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലോണം ക്രിസ്പി ആകണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റിന്റെ തോലും വറുത്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്ര അധികം ടൈമൊന്നും വേണ്ട. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് വെറുതെ വേസ്റ്റ് ആയിട്ട് കളയും എല്ലാവരും. ചിലരൊക്കെ കറി വെക്കുമ്പോൾ തോലോട് കൂടെ ഇടാറുണ്ട്, ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ തോല് കളയുന്നവരാണെങ്കിൽ ആ തോല് എടുത്തിട്ട് ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഉരുളക്കിഴങ്ങിന്റെ ചിപ്സിന് വേറൊരു ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ക്യാരറ്റിന്റെ ചിപ്സിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.